77ാമത് കാൻ ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ പായൽ കബാഡിയ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഇനി OTTയിലേക്ക്. പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം ഇപ്പോൾ പ്രദർശനം ആരംഭിച്ചിട്ടുള്ളത്. 30 വർഷങ്ങൾക്ക് ശേഷം കാനിൽ പ്രദർശിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ ചലച്ചിത്രം എന്ന നിലയിലും ചിത്രം ശ്രദ്ധേയമായിരുന്നു. ചിത്രം ഇറ്റലിയിലെ ചലച്ചിത്രോത്സവത്തിലും ശ്രദ്ധ നേടിയിരുന്നു. റാണ ദഗുബാട്ടിയുടെ സ്പിരിറ്റ് മീഡിയയാണ് ചിത്രം ഇന്ത്യയിൽ വിതരണം ചെയ്തത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ 2024 ഇഷ്ട സിനിമകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തായിരുന്നു ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. കനി കുസൃതി, ദിവ്യപ്രഭ, ഛായാകഥം, ഹൃദ്യു ഹാറൂൺ, അസീസ് നെടുമങ്ങാട് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ലോകമെമ്പാടും നിരൂപക പ്രശംസ നേടിയ ഈ ചിത്രം ടെല്ലൂറൈഡ് ഫിലിം ഫെസ്റ്റിവൽ, ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ, സാൻ സെബാസ്റ്റ്യൻ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ പ്രശസ്ത ചലച്ചിത്രോത്സവങ്ങളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ പോയി കാണാൻ കഴിയാത്തവർക്ക് ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം കാണാനാകും. ഒരു പറ്റ സ്ത്രീകളുടെ സിനിമ എന്ന നിലയിലും ചിത്രം നിരൂപക പ്രശംസ നേടിയിരുന്നു. ഫ്രാൻസിലെയും ഇന്ത്യയിലെയും നിർമ്മാണ കമ്പനികളുടെ പങ്കാളിത്തത്തോടെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പായൽ കബാഡിയയുടെ ആദ്യ ഫീച്ചർ ഫിലിം കൂടിയായ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് മുംബൈയിൽ താമസിക്കുന്ന 2 നഴ്സുമാരുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്നു. ചിത്രത്തിലെ പകുതിയിലേറെ സംഭാഷണങ്ങളും മലയാളത്തിലാണ്. സിനിമയുടെ ചിത്രീകരണം മുംബൈയിലും രത്നഗിരിയിലുമായാണ് നടന്നത്. പായൽ കബാഡിയ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും എഴുതിയിരിക്കുന്നത്.